എല്ലാവർക്കും സൂര്യകിരണങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി സദ്യ കഴിച്ച വീഡിയോ ആട്ടോ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വേറെ എവിടുന്നും അല്ല, നമ്മുടെ ഗുരുവായൂരുള്ള പഴയിടം രുചി. ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് നമ്മൾ ഗുരുവായൂരുള്ള പഴയിടം സദ്യയെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ അമ്പലത്തിൽ തൊഴാൻ വന്നപ്പോഴേക്കും ശരിക്കും ഒന്ന് കരുതിയായിരുന്നു എന്തായാലും ഇവിടെ വന്ന് പറ്റുവാണെങ്കിൽ ഒരു സദ്യ കഴിക്കണം എന്ന്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ കുറേ സ്നാക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ടേക്ക് എങ്ങും പോയില്ല, നമ്മൾ ഡയറക്റ്റായിട്ട് സദ്യ തന്നെ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഴയിടം സ്പെഷ്യൽ സദ്യ, മിനി സദ്യ തന്നെ നമ്മൾ ഓർഡർ ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ 3 പേർക്കും കൂടെ വേണ്ടിയിട്ട് 504 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. നമ്മൾ അപ്പം വരുന്നതിന് മുന്നേ കുറേ വ്ളോഗ്സ് ഒക്കെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ചിലർ കുറച്ച് ലേറ്റ് ആകുമ്പോഴേക്കും സദ്യ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെയൊക്കെ 1-2 കമൻസ് ഒക്കെ കണ്ടു. അങ്ങനെ ഒന്ന് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ, അതായത് ഒരു 11:30 ആയപ്പോൾ തന്നെ നമ്മൾ നേരെ ഇവിടെ വന്ന് സീറ്റ് എടുത്തു. കൃത്യം 12 മണിയാകുമ്പോൾ തന്നെ നമുക്ക് ഇലയിട്ട് സദ്യ വിളമ്പി തുടങ്ങും കേട്ടോ. ഓരോ കറികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, ഒരു തവണയെങ്കിലും പഴയ സദ്യ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. അങ്ങനെ ആ സിനിമയിൽ പറയുന്ന പോലെ ചോറ് വന്നു, കറികൾ വന്നു, പിന്നെ നല്ല കുറുകിയ സാമ്പാർ വന്നു. അപ്പം നമ്മൾ കഴിച്ചു തുടങ്ങാൻ പോവാം കേട്ടോ. ഈ ഒരു സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊല്ലംകാർ സദ്യ കഴിക്കുമ്പോഴേക്കും ആദ്യം നമ്മൾ പരിപ്പൊഴിച്ചല്ലേ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നമുക്ക് സാമ്പാർ, അതിൻ്റെ കൂട്ടത്തിൽ പപ്പടം, അങ്ങനെയാണ് അവർ തന്നിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് അതറിയണ്ടായിരുന്നില്ല. അമ്മയാണെങ്കിൽ പരിപ്പ് എപ്പോഴാണ് വരിക എന്ന് വെച്ചിട്ട് അമ്മ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇനി ഞാൻ സദ്യ കഴിക്കുന്ന രീതി ഞാൻ കാണിച്ചു തരട്ടെ. ഇപ്പം നമുക്ക് ആദ്യം വിളമ്പുന്ന കറി, ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് സാമ്പാറല്ലേ, അപ്പോൾ നമ്മൾ ആ സാമ്പാർ മാത്രം കൂട്ടി ചോറുമായിട്ട് കഴിച്ച് നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോരോ കൂട്ടുകറികൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ ചോറ് മാത്രം കൂട്ടി കഴിച്ച് നോക്കുക. അപ്പോൾ ആദ്യം കൂട്ടുകറി എടുക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ അവിയൽ, പിന്നെ പച്ചടി, അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും മാത്രമായിട്ട് എടുത്ത് കഴിച്ച് നോക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ കറി, ഇവിടുത്തെ നമ്മുടെ സാമ്പാറല്ലേ, അപ്പോൾ സാമ്പാറിൻ്റെ കൂട്ടത്തിൽ ബാക്കി എല്ലാ കറികളും കുറേശ്ശെ എടുത്ത് മിക്സ് ചെയ്ത് ഒന്ന് കഴിച്ച് നോക്കണം. പിന്നീട് നല്ല പാകത്തിന് പുളിയുള്ള നല്ല മോര് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചമോരും രസവും കൂടെ നമുക്ക് ഒഴിച്ച് കഴിക്കാനായിട്ട് തരും. പക്ഷെ ഞാനത് കൂട്ടിയില്ല. അമ്മയ്ക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് രസമായിരുന്നു. സദ്യയിൽ എന്ത് ഐറ്റം ആണെങ്കിലും നമ്മൾ എക്സ്ട്രാ ചോദിച്ചാൽ എത്ര തവണ വേണമെങ്കിലും അവർ വീണ്ടും തരും കേട്ടോ. അച്ചാറൊക്കെ നമ്മൾ 2-3 തവണ വാങ്ങിച്ചു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നേ. ഇനി നമുക്ക് പായസത്തിലേക്ക് കിടക്കാം. ഇലയിലൊക്കെ ഒഴിച്ചാലുണ്ടല്ലോ അത് അവിടെ തന്നെ നിൽക്കും. നല്ല അടിപൊളി കൺസിസ്റ്റൻസിയിലുള്ള നല്ല സൂപ്പർ പായസം. ഞാനാണെങ്കിൽ 2 ബൗൾ പായസം ഞാൻ കുടിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ പഴയുടെ സദ്യ ഒരു നിറഞ്ഞ സദ്യ തന്നെയായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഒരിക്കലെങ്കിലും വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു, ബൈ.